അതാ നമ്മുടെ പുട്ട് റെഡിയാകാൻ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേഗിട്ടിട്ടെ ഇച്ചിരി കൂട്ടിയിടാം. ഇവിടെ നമ്മുടെ കറി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്യാസിൽ വെണ്ടയ്ക്ക വഴന്നു വന്നു. അപ്പം തന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വഴന്നു വരാനായിട്ട് അതൊന്ന് മൂത്ത് വരാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തീയലാണ് വെക്കുന്നത്. തേങ്ങ അരപ്പ് ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മൾ വെണ്ടയ്ക്കായി വഴന്നു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും 1 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് ആർച്ച് വെച്ചിട്ടുള്ള പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇളക്കി നന്നായിട്ട് ആ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും ഒരു ബ്രൗൺ കളറാവും. ഞാനിപ്പോൾ എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് അത് വെള്ളം ചേർത്ത് ചാറാക്കുവാണേ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ജോലിക്ക് വന്നിട്ട് ഇപ്പോൾ സമയം എടുക്കുന്നു. ഇപ്പോൾ കുളിച്ച് റെഡിയാകുവാനൊക്കെയുള്ള സമയമുള്ളൂ. അപ്പം ഞാനിത് അരപ്പ് ചേർക്കാൻ അരച്ച് വെച്ചിട്ടില്ല. തേങ്ങ വറുത്തരച്ചിൽ ഇതിന് പകരമായിട്ട് എളുപ്പത്തിൽ ഞാൻ ചേർക്കുക, വെള്ളം ചേർക്കുക. അത് നമ്മൾ ഉപ്പ് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. അങ്ങനെ എല്ലാ കറിക്കും ഉപ്പും നെയ്യാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ചേർക്കാം. ഉണ്ടോ കുറുകിട്ട് നമ്മുടെ തീയൽ പോലെ വന്നുണ്ടോ എളുപ്പത്തിൽ നമുക്ക് ഒരു തടുകറി വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു ലേശം കായപ്പൊടിയും കൂടെ ചേർക്കാവേ. ഓക്കെ, അപ്പം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ടേ. ഉണ്ടോ വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമ്മൾ വെച്ച തീയല അല്ലേ? എല്ലാവർക്കും